ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ മോളെ പേര് വെച്ചാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. മോളെ പേര് ഫൈഹ എന്നാണ്, ലിറ്റിൽ ഫൈവ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. പക്ഷെ ഞാൻ എൻ്റെ പേരോ എന്നെ കുറിച്ചിട്ടോ ഞാൻ ഈ ചാനലിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എൻ്റെ പേരോ അങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ ഈ ചാനൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എന്തിനാ തുടങ്ങിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എന്താ പെട്ടെന്ന് ഒരു ചാനലൊക്കെ തുടങ്ങാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അറിയുന്നവരൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സുമയ, ഇക്കാൻ്റെ പേര് ഫൈസൽ, 2 മക്കളുണ്ട്. ഒരാളുടെ പേര് ഫൈഹ, ഒരാൾ ഷെസിൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. ചെയ്യണമെന്നോ ചെയ്ത് തുടങ്ങുന്നോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബ് തുടങ്ങും. കാരണം ഞാൻ ഒരു യൂട്യൂബ് കാണാത്ത ഒരാളായിരുന്നു കേട്ടോ. യൂട്യൂബ് അങ്ങനെ ഒരുപാടൊന്നും കണ്ടിരിക്കൂല, അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് നിൽക്കാനടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തുടങ്ങിക്കോ നിൽക്കുകയും പറഞ്ഞു. വെറുതെ ഒരു ഫോൺ എടുത്ത ഒരു അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ 2-3 ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയിട്ടോ. നല്ല വ്യൂയും അതുപോലെ അത്യാവശ്യം പേര് കാണുകയും ചെയ്തു. പെട്ടെന്നൊരു സബ്, ഒരു 100 സബ് ഒരു ദിവസം കൊണ്ട് തന്നെ 100 സബ് അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ പിന്നെ മനസ്സിലൊരു കോൺഫിഡൻസ് ആയി, എന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെ വിചാരിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതൊരു എന്താ പറയാ, ഞാൻ സിമ്പിളായിട്ട് വിചാരിച്ച കാര്യമാണ്. പക്ഷെ ഒട്ടും സിമ്പിൾ അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. കാണുന്നവർക്ക് അത് സിമ്പിൾ ആണെങ്കിലും അതിലുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു കഷ്ടം മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അത് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അത് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും സമയവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി കേട്ടോ യൂട്യൂബ് തുടങ്ങിയപ്പോൾ. ഒട്ടും സിമ്പിൾ അല്ല. ഈ നമ്മളെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര സിമ്പിളായിരിക്കും. എന്താ അവർക്ക് ഫോണും പിടിച്ച് നടന്നാൽ മതിയല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലുള്ള റിസ്ക് എനിക്ക് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഞാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് കഷ്ടം എന്നല്ല, ഏതൊരു പണിക്കും അതിൻ്റെതായ കഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരുപാട് കഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയാലും എല്ലാ വീഡിയോസ് ആയാലും അതിൻ്റെതായ കഷ്ടങ്ങളുണ്ട്. അത് സമയമെടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു കുക്കിംഗ് ചെയ്യുന്നതും വീഡിയോ എടുത്ത് കുക്കിംഗ് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് റിസ്ക്കും ഉണ്ട്. അപ്പോൾ ഒരു തൊഴിലിനെയും നമ്മൾ ചെറുതായി കാണരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനും ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, നിങ്ങൾക്ക് എന്താ ഫോൺ പിടിച്ച് നടന്നാൽ പോരെന്ന്. പക്ഷെ അത് ഫോണിലെടുത്ത് അത് നമ്മൾ ഒരാൾക്ക് കാഴ്ച വെക്കുന്നത് എത്രത്തോളം ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എക്കാനടുത്ത് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് കഷ്ടമുണ്ടാന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് കുറച്ച് സബ്ബൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, എനിക്കും ചെയ്യാൻ പറ്റുന്നതായി, ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഞാൻ ഷോർട്സും അതുപോലെ തന്നെ എവിടെ പോകുമ്പോഴും നല്ലോണം മടിയുള്ള വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എവിടെ പോയാലും എൻ്റെതായ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങി, അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദിയുണ്ട്. പെട്ടെന്ന് തന്നെ എത്ര സബ്ബം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരുപാട് താങ്ക് യു കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെക്കുറിച്ച് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരിക. അതുപോലെ കുറവുകളോ വീഡിയോസ് എടുക്കുന്നതിൽ ക്ലാരിറ്റി അങ്ങനെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോസിൽ വല്ല മാറ്റം വരുത്തണമെങ്കിലോ അങ്ങനെ എല്ലാം നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം സന്തോഷം നിറഞ്ഞ ഒന്നാണ്. അതുപോലെ തന്നെയാണ് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവരും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.